നമസ്കാരം. നമസ്കാരം. ക്രൈം ചാനൽ പോലെ തന്നെ പ്രഗത്ഭനായ ഒരു യൂട്യൂബ് ചാനലാണ് നമ്മുടെ ഷാജസ്ക്രിയുടെ മറുനാടൻ മലയാളി. എന്നെ പോലെ തന്നെ ധാരാളം പീഡനങ്ങൾ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അയാൾ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യക്കേടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം ഉണ്ടായാലും ജയിലിൽ പോകാനൊക്കെ പറ്റി. പിണറായി വിജയൻ്റെ കാലത്ത് ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട പത്രപ്രവർത്തകൻ എൻ്റെ പേരിൽ വന്നു. കാരണം ഞാൻ 45 ദിവസത്തോളം ജയിലിൽ കിടക്കാനുള്ള ഒരു അവസരം കിട്ടിയതുകൊണ്ട് അങ്ങനെ അല്ല, എനിക്കൊരു പത്രപ്രവർത്തകൻ എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. ജയിലിൽ പോകണം, ജയിലിലെ അനുഭവങ്ങൾ എന്താണ്, ഒരു പത്രപ്രവർത്തകനെ ജയിൽ കാണണം, അവിടുത്തെ അനുഭവങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു. അതെനിക്ക് പിണറായി വിജയൻ ഇതാകും. പക്ഷേ ഷാജസ്ക്രിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. അദ്ദേഹത്തിന് എപ്പോഴും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുകയും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞുള്ള സംഭവമാണ്. പക്ഷെ അദ്ദേഹം ധീരമായി പോരാടിയിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തായിരിക്കും. അദ്ദേഹം എന്തായാലും ആ കാര്യത്തിൽ നമ്മൾ അഡ്മിറ്റ്. ഇപ്പോൾ അദ്ദേഹമായിട്ടുള്ള വലിയൊരു വിവാദം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഷാജസ്ക്രിയ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കാണുകയും ജൂബിലി മിഷൻ ഹോസ്പിറ്റലുമായിട്ടുള്ള അതേപോലെ മറ്റൊരു ഹോസ്പിറ്റൽ 2 ഹോസ്പിറ്റൽ തൃശ്ശൂരിൽ നടക്കുന്ന സമരത്തിൽ UNAയോട് പങ്കുചേർന്നുകൊണ്ട് അത് തീർക്കാൻ വേണ്ടി അദ്ദേഹം പങ്കെടുത്തു എന്ന് പറയുന്ന ഒരു കാര്യമാണ് വിവാദമായിരിക്കുന്നത്. മുമ്പ് നമ്മുടെ ഉമ്മൻചാണ്ടി ഭരണകാലത്തിൽ കോതമംഗലം ബെസ്ലിയേഴ്സ് ഹോസ്പിറ്റൽ ബെസ്ലിയേഴ്സ് ഹോസ്പിറ്റൽ അവിടെ വലിയ സമരം ഉണ്ടായി. ഈ സന്ദർഭത്തിൽ അന്ന് നമ്മളെ പത്രമായിരുന്നു ഏറ്റവും അധികം വാർത്ത ചെയ്തുകൊണ്ടിരുന്നത്, ഈവനിങ് ഡെയിലി. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് അവിടെ പോകാനും അവരുടെ സമരം അവസാനിപ്പിക്കാനും വേണ്ടിയിട്ട് എനിക്ക് അവരോട് സംസാരിച്ച ഈ യൂണിയൻ നേതാക്കന്മാരൊക്കെ ഇവിടെ കച്ചവടമാണ്, അത് അട്ടിമറിക്കാതെ നടക്കാതിരിക്കാൻ വേണ്ടി സമരം നീണ്ടുപോകണം, അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകലാണ് പണിയെന്ന് മനസ്സിലായത്. ഞാൻ എന്ത് ചെയ്തു, നേരെ അവരുമായി സംസാരിച്ചു, ഉടമയെ സംസാരിച്ചു, PC ജോർജിനെ ഉൾപ്പെടുത്തി അവരെ ചർച്ച ചെയ്ത് ഏകദേശം ധാരണ എത്തിച്ചു. അങ്ങനെ അവരെന്ത് വെച്ചു, ധാരണയിൽ പോകുന്ന സമയത്ത് അവർ ഈ ബിൽഡിങ്ങിനെ മുകളിൽ കയറി. ഞാൻ ഈ കാര്യം ഉമ്മൻചാണ്ടിയോട് കൃത്യമായി പറഞ്ഞിരുന്നു, PC ജോർജിനോട്. ഈ സന്ദർഭത്തിലാണ് ഉമ്മൻചാണ്ടിയോട് എന്ത് ചെയ്തു, ഒക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവർ സമരത്തിൽ പങ്കെടുത്തവർ വയലേറ്റ് ചെയ്തു. പറഞ്ഞതിന് വ്യത്യസ്തമായി മാനേജ്മെൻറ്റ് കളിച്ചപ്പോൾ ഇവർ മുകളിൽ പോയിട്ട് ആത്മഹത്യാ ഭീഷണി കൊടുക്കി. അപ്പോൾ എന്നോട് ഉമ്മൻചാണ്ടി വിളിച്ചു, അന്നൊരു റിപ്പബ്ലിക് ഡേ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആഗസ്റ്റ് 15 ആണ്. അപ്പോൾ അന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നന്ദകുമാർ ഒന്ന് ആ പ്രശ്നത്തിൽ ഇടപെടണം, നന്ദകുമാറാണ് ഇടപെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ K. ബാബു ഇവിടുത്തെ പോലീസ് സംവിധാനമൊക്കെ ഏർപ്പെടുത്തി എനിക്ക് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വരെ പോലീസിനെ എത്തിച്ചു. അവിടുത്തെ RDO ഷാനവാസും വന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാൻ അവരോട് പറഞ്ഞ് മാനേജ്മെൻറ്റായിട്ട് ഞാൻ കണ്ടിരുന്നു, മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ച് ധാരണയിലെത്തി, ഇനി അവർ എല്ലാ പ്രശ്നവും പരിഹരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ ഞാൻ താഴെ ഇറക്കിയപ്പം ഒപ്പിടാൻ അവർ സമ്മതിക്കാത്തപ്പം അവർ വീണ്ടും മുകളിൽ കയറി. പിറ്റേ ദിവസം എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല, എനിക്ക് അവർ വീണ്ടും മുകളിലേക്ക് കയറിയെങ്കിലും എനിക്ക് തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നു. ഈ ഇതിൻ്റെ കേസിൽ, ഇതിൻ്റെ ലാവ്ലിംഗ് കേസിൽ ഞാൻ നേരിട്ട് വാദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എന്നിട്ടും ഉമ്മൻചാണ്ടീൻ്റെ അടുത്ത് പോയി സമരം തീരുന്നവരെ ഞാൻ കാത്തിരുന്നു. അവിടെ അന്ന് VS അച്യുതാനന്ദൻ വന്നിട്ട് സെറ്റിൽ ചെയ്താൽ മതി എന്ന് ഞാനും പറഞ്ഞു, കാരണം ഒരു ആധികാരികമായിട്ട് സെറ്റിൽ ചെയ്യാൻ. പിന്നീട് ദേശാഭിമാനി ഉണ്ടാക്കിയ വാർത്ത എന്താ അറിയോ, ക്രൈം എന്ന് പറയുന്ന ബ്ലാക്ക് മെയിലർ അവിടെ വന്നിട്ട് ഭയങ്കര തട്ടിപ്പ്. അവർക്ക് ഓരോ സമര നേതാക്കന്മാർ കഴിയാത്ത കാര്യം ഞാൻ ചെയ്തപ്പോൾ എന്നെപ്പറ്റി ഭയങ്കര ആക്ഷേപം ഒരു ഇതായി. ഇതേപോലെ സമരം ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടില്ല, ക്രൈം നന്ദകുമാർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ദേശാഭിമാനി 8 കോളം ന്യൂസാണ് അതിനെപ്പറ്റി വാർത്ത ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതേപോലെ തന്നെ ഷാജസ്ക്രിയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി അത് ഇത്തരം തീർക്കാൻ ശ്രമിച്ചു. അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് വിവാദ യൂട്യൂബർ ഷാജസ്ക്രിയെ കുറിച്ച് വളരെ മോശമായിട്ട് നമ്മളെ റിപ്പോർട്ടർ ചാനൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഇന്നലെ ഷാജസ്ക്രിയ അതിലും വൾഗറായിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഷാജസ്ക്രിയ ഇങ്ങനെ എന്നെ ഉപദേശിക്കുന്ന ഒരാളാണ്, ഇങ്ങനെയൊന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നിട്ട് ഒന്ന് വായിക്കാം. യൂട്യൂബർ എന്ന് വിളിച്ച് നിർവൃതി കൊള്ളുന്ന എഡോ റോഷിപാലെ, നീ LP സ്കൂളിൽ പഠിക്കുമ്പോൾ ജേർണലിസം പണി തുടങ്ങിയതാണ് ഞാൻ. നിന്നെപ്പോലെ കൊള്ളക്കാരുടെ കാവൽപ്പണിയെടുക്കൽ അല്ല എൻ്റെ ജോലി. പിന്നെ ആ വാർത്ത വായിച്ചു തുടങ്ങിയ പയ്യനോട് പറയാനുള്ളത്, വർഗീയത പറയുന്ന പണി നിൻ്റെ ഉപ്പ ആയിരിക്കും ചെയ്യുന്നതെന്നാണ്. നിൻ്റെയൊക്കെ കുരുപൊട്ടി ഒലിക്കുന്നത് കാണുമ്പോൾ ആടോ എനിക്ക് ഏറ്റവും വലിയ സുഖം. ഒരു ഉളുപ്പുമില്ലാതെ പിണറായിയുടെ പുഷ്ടം താങ്ങി നാട് നിന്ന് നാണം കെട്ടിട്ട് ഇപ്പോഴും ഇങ്ങനെ തന്തയ്ക്ക് പിറക്കായിക പറയണമെങ്കിൽ നീയൊക്കെ എത്ര തന്തയ്ക്ക് ജനിച്ചതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട്. ഒത്തിരി പിണറായി വിജയൻ സ്റ്റൈലിലാണ് ഇട്ടിരിക്കുന്നത്.
ഷാജസ്കറിയ അങ്ങനെ എന്നെ ഉപദേശിച്ച ഒരാളാണ്. ഒരിക്കലും ഷാജസ്കറിയ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്കും ഉപദേശിക്കാവുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യരുത്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്തൊക്കെ പറഞ്ഞാലും. പകരം അതിൻ്റെ രീതിയിൽ തന്നെ ഷാജസ്കറിക്ക് എടുത്ത് അടിക്കാൻ പറ്റും. അപ്പം റോഷിപ്പാൽ എൻ്റെ തലയിലാണ് ഈ പ്രശ്നം. എന്താ വെച്ചാൽ റോഷിപ്പാൽ ഒരു അനൂപ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ഇതിനകത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് പ്രകാരം വിവാദ യൂട്യൂബറായിട്ടാണ് ഷാജസ്കറിയെ ഇതാക്കുന്നത്. ഇവിടെ എന്താണ് തെറ്റ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. VD സതീഷിനെ ഷാജസ്കറിയെ കണ്ടാൽ എന്താ തെറ്റ്? അതൊരു പ്രശ്നപരിഹാരത്തിന് കണ്ടാൽ എന്താ തെറ്റ്? അല്ല, പ്രശ്നപരിഹാരത്തിനല്ല എന്നിരിക്കട്ടെ, ലോഹ്യം പറയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 10 ഏക്കർ പതിച്ചു കിട്ടാനാന്നിരിക്കട്ടെ, അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഷാജസ്കറിയായിക്കൊണ്ടെങ്കിൽ ഷാജസ്കറിയെ മുഖ്യമന്ത്രിയെ കണ്ട് റിക്വസ്റ്റ് ചെയ്തതിന് കുഴപ്പമെന്താ? അത് മുഖ്യമന്ത്രി എന്താ അതിൻ്റെ പേരിൽ ചെയ്യുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഷാജസ്കറിയെ കണ്ടൊരു തെറ്റായ കാര്യമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ, അല്ലെ ഇപ്പം ഇവിടെ കരിമണൽ കിടത്തുന്ന കാര്യമാണ് ആവശ്യപ്പെടുന്നെങ്കിൽ അത് ചെയ്ത് കൊടുത്ത ശേഷം മാത്രമേ കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴല്ലേ പ്രശ്നമാവുന്നുള്ളൂ. ഇത് കണ്ട് സംസാരിക്കത്തില്ലേ, എനിക്ക് കരിമണൽ കടത്താൻ കർത്തയുടെ ഒപ്പം എനിക്കും കരിമണൽ കടത്താൻ 2 ഏക്കർ കരിമണൽ ഞാനും കൊണ്ടുപോകും, അതിനൊരു പെർമിഷൻ തരണം എന്ന് പറഞ്ഞ് കാണത്തില്ലേ? അതായത് ഇവരെ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അവർ പിണറായി വിജയനെയാണ് കണ്ടുപഠിച്ചിട്ടുള്ളത്. പിണറായി വിജയൻ ആരും കാണാൻ അനുമതി കൊടുക്കാറില്ല. ശരിയാണെന്നറിയില്ല, 17-18 തീയതി ചിലപ്പോൾ പൂട്ടിക്കെട്ടാനുള്ള സാധ്യതയുണ്ട്. അത് വരട്ടെ. ഇരുമ്പ് മറയ്ക്കുള്ളിൽ നിന്നിട്ട് ഭരിച്ചുള്ള ഒരാളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തെ ആർക്കും കാണാൻ പറ്റില്ല. പക്ഷേ റിപ്പോർട്ടർ ചാനലിലൊക്കെ കാണാൻ പറ്റിയിരുന്നു. കാരണം ട്രീ കട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് പല ഇടപാടുകളിലും പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സംഭവം നമ്മളെ മുന്നിലുണ്ട്. പിണറായി വിജയൻ്റെ കാലത്ത് തമാശനാണെങ്കിലും പറയുന്നത്, മുഖ്യമന്ത്രി ഓഫീസൊക്കെ അടച്ച് ക്ലിഫ് ഹൗസിലെ മെയിൻ ഗേറ്റ് അടച്ചു കഴിയുമ്പോൾ മുഖ്യമന്ത്രി പോയി കിടക്കുകയും ഒന്നും ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുക. ആ സ്ഥാനത്തിരിക്കുന്ന ഈ റിപ്പോർട്ടർ ചാനലിലേക്ക് ആൾക്കാരാണ് കയറിയിരിക്കുന്നത്. അല്ല, അവിടെ കയറിയിരിക്കാൻ മാത്രമല്ല, ഈ പല കച്ചവടങ്ങളും മകൾ അവിടെ നടത്തിക്കൊണ്ടിരുന്ന പിണറായി കിടന്നുറങ്ങുമ്പോൾ മോളാണ് കച്ചവടം നടത്തിയിരുന്നത്. ആ കച്ചവട കേന്ദ്രമായിരുന്നു ക്ലിഫ് ഹൗസും മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ. അതാണ് കണ്ടിട്ടുള്ള ഈ റിപ്പോർട്ടർ ചാനൽ. എന്നാൽ VD സതീശൻ അങ്ങനെയല്ല. ആര് വന്നാലും അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു കള്ളൻ വന്നാൽ പോലും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതെ, അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് കേട്ടാൽ എന്താ സംഭവിക്കാൻ പോണത്? ഉമ്മൻചാണ്ടിന്റെ ഒരു സ്റ്റൈല് കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ടാണ്. അങ്ങനെ പോയാൽ കണ്ടാൽ എന്താണ് വരുന്നത്? അത് അദ്ദേഹം എടുക്കുന്ന നിലപാടല്ലേ പ്രധാനം. പലർക്കും അദ്ദേഹത്തിനടുത്ത് മുഖ്യമന്ത്രി നിലയിൽ കാണുന്നത്. ഞാൻ സതീശനെ ബഹുമാനിക്കുന്ന ഒരു കാര്യം, അദാനിയുടെ ആളായിട്ട് മെസ്സഞ്ചറുമായിട്ട് സതീശൻ ബംഗലാപുരത്ത് വെച്ച് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി കണ്ടു എന്ന് പറയുന്നു. തെറ്റോ ശരിയോ കേട്ടോ നമുക്ക്. പക്ഷേ അത് പരസ്യമായിട്ട് അത് ആരും കാണാതെ പോകാൻ പറ്റാഞ്ഞിട്ടാണോ? ആരും കാണാതെ സതീശന് ഇത് സാധിക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ. നമുക്ക് അതിലേക്ക് പോകാം. അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന ഇത് ഇവിടെ തന്നെ ഒരു സമരം സെറ്റ് തീർക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ മുമ്പ് ഉമ്മൻചാണ്ടീൻ്റെ അടുത്ത് ഈ കോതമംഗലത്തെ സമരത്തെ പോലെ ഇദ്ദേഹം വളരെ സോഷ്യൽ സർവീസായ ഒരു കാര്യമാണ് ഷാജസ്കറിയെ. അല്ല, ഇവിടെ എത്രയോ പത്രപ്രവർത്തകരുണ്ട്, അതേപോലെ രാഷ്ട്രീയക്കാരുണ്ട്. ഇവർക്കൊന്നും കഴിയാത്ത കാര്യം ഷാജസ്കറിയെ സാമൂഹ്യ സേവനത്തോടു കൂടിയിട്ട് തീർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് മുൻകൈ എടുത്ത് മുഖ്യമന്ത്രിയെ കണ്ടാൽ അത് എന്താ തെറ്റ്? ഷാജസ്കറിയെ പറ്റി പറയാം. ഷാജസ്കറിയെ ഭരണത്തിൽ വരുന്നതിന് മുഖ്യമന്ത്രി VD സതീശൻ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഏറ്റവും വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. VD സതീശനെ രമേശ് ചെന്നിത്തല സപ്പോർട്ട് ചെയ്തുള്ള ആളാണ്. ഞാൻ ഏറ്റവും VD സതീശനെ സപ്പോർട്ട് ചെയ്തുള്ള ആളാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ VD സതീശൻ സപ്പോർട്ട് ചെയ്യാൻ VD സതീശനെ പഠിച്ചതുകൊണ്ടാണ്. ഈസ് ദ കേപ്പബിൾ പേഴ്സൺ എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അത് സത്യമാണെന്ന് പിന്നെ അദ്ദേഹം ഭരണത്തിൽ വന്നപ്പോൾ തെളിയിച്ചു. അദ്ദേഹം അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആ തുടക്കത്തിൽ തന്നെ പാളിപ്പോയിരുന്നേനെ. അദ്ദേഹം വന്ന ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് സാധാരണക്കാരൻ പോലും, CPM-ന്റെ സാധാരണക്കാരൻ പോലും തൊഴുകൈയോട് കൂടിയിട്ട് അദ്ദേഹത്തെ കാണുള്ളൂ. പിണറായി വിജയനെ കണ്ട ജനം VD സതീശനെ കാണുമ്പോൾ തൊഴുകൈയോടെ സ്വയം തൊഴും. പോലീസിനെ പിടിച്ചല്ല. ഇവിടെ VD സതീശൻ ഷാജസ്കറിയെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നെ നിങ്ങൾ വിമർശിക്കണം. ആ വിമർശിക്കുമ്പോഴാണ് എനിക്ക് തെറ്റ് തിരുത്താൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ വിമർശിച്ചുകൊണ്ടേയിരുന്നാൽ എൻ്റെ തെറ്റുകൾ തിരുത്താനും ശരിയായി എനിക്ക് പോകാൻ പറ്റുന്ന അദ്ദേഹം പറഞ്ഞു. ഷാജസ്കറിയ മുമ്പ് VD സതീശനെ എതിർത്തോ വിമർശിച്ചോ എന്നുള്ളത് സെക്കൻഡറിയാണ്. ഇവിടെ അദ്ദേഹം ഇപ്പോൾ ആരാണ് മുഖ്യമന്ത്രി? VD സതീശൻ ഷാജസ്കറിയയുടെ അടക്കം മുഖ്യമന്ത്രിയാണ്. ഒരു പ്രശ്നത്തിന് ഷാജസ്കറിയെ കാണാൻ അദ്ദേഹം അവസരം നിഷേധിച്ചിരുന്നെങ്കിൽ നമ്മൾ VD സതീശൻ അതോടുകൂടിയിട്ട് മാന്യനല്ലാത്ത പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ, പക്ഷെ പകരം അദ്ദേഹം ഇവരെ കാണുകയും ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു.
അത് ആരാവട്ടെ, ഷാജസ്കറിയ എന്ന കഴിവില്ലാത്ത ആളാണോ? ഇന്ന് കേരളത്തിലെ ഏറ്റവും സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ താരമാണ്. അതിന് കഴിവുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്ര ഫൈറ്റ് ചെയ്ത് അവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി കുറച്ച് കാലമായിട്ടുള്ളൂ. ഷാജസ്കറിയ 10-15 വർഷമായി. എന്നാൽ പ്രിന്റ് മീഡിയയിൽ ഞാൻ രാജാവായിരുന്നെങ്കിൽ, അതേപോലെ ഇപ്പോൾ ഷാജസ്കറിയ ആ രംഗത്ത് രാജാവാണെന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. നമ്മൾ ആ സത്യത്തെ അംഗീകരിക്കാനുള്ള കഴിവുള്ളപ്പോഴാണ് നമ്മൾ യഥാർത്ഥ പത്രപ്രവർത്തകരാകുന്നത്. അപ്പം ഷാജസ്കറിയ കഴിവും വിവരവുമുള്ള ഒരാൾ തന്നെയാണ്. ചിലപ്പോൾ പക്ഷങ്ങൾ ചേരുന്നു എന്ന് പറയുന്ന എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന സത്യം മാറിക്കൊണ്ടിരിക്കും. അല്ല, അത് ഓരോ സമയത്തും ചിലപ്പോൾ ആവശ്യമില്ലാതെ മാറുന്നതും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് വിടുക. ഇപ്പോൾ തന്നെ എന്നെ വിമർശിച്ചിട്ടുള്ള എൻ്റെ ചാനലിൽ ഞാൻ വളരെ മോശമായി വാക്കുപയോഗിക്കുന്നത്, പക്ഷെ ഷാജസ്കറിയെ ഉപയോഗിച്ചിട്ടുള്ള പബ്ലിക്കായിട്ട് ചെയ്തിട്ടുള്ള സാധനം എന്താ? അത് ഒരാൾക്ക് എന്നെ പറയുമ്പോൾ തിരിച്ചിട്ട് ഷാജസ്കറിയെയും പാലിക്കാൻ ബാധ്യസ്ഥനാണ്. ശരിയാണല്ലോ. അപ്പൊ ഇവിടെ ഞാൻ ഷാജസ്കറിയെയും വി ഡി സതീശനുമായുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്നു. അത് ഷാജസ്കറിയ ചെന്നപ്പോൾ കാണാൻ പാടില്ല എന്ന് പറയുന്നതുണ്ടെങ്കിൽ അദ്ദേഹം ഞാൻ വി ഡി സതീശനെതിരായി മാറിയിരുന്നു. വി ഡി സതീശനെ സ്വീകരിക്കുകയും വി ഡി സതീശൻ ഷാജസ്കറിയെ സ്വീകരിക്കുകയും ആ പ്രശ്നത്തിൽ ഇടപെടുകയും അത് തീർക്കാൻ വേണ്ടി അദ്ദേഹം വാക്കു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വി ഡി സതീശന്റെ വിജയമായിട്ടാണ് ഞാൻ. ഷാജസ്കറിയ ചെയ്തതും ഒരു സോഷ്യൽ ഇഷ്യൂവിൽ ഇടപെട്ടു. അത് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ സമരം നീണ്ടുപോവുകയാണ്. അതിൽ തുടർച്ചയായിട്ട് ഇടപെടുകയും അവിടുത്തെ ഏറ്റവും വില്ലന്മാരായ അച്ഛന്മാരാണ്, ബിഷപ്പുമാരൊക്കെയാണ് അതിനകത്ത് മറുഭാഗത്തുള്ളത്. എന്നിട്ട് പോലും അവർക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നിലപാടെടുത്തുകൊണ്ട് ഷാജസ്കറിയ ചെയ്യുന്ന പ്രവർത്തനവും സേവനവും നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. അതിന് റിപ്പോർട്ടർ ചാനൽ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാർ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് അതിന്റെ വാല്യൂ പോകുന്നില്ല. ഈ അടുത്ത കാലത്ത് നിയാസ് മുഖ്യമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് സതീശനെതിരെ ശേഷാദ്രിനാഥൻ എന്ന് പറയുന്ന ജഡ്ജിന്റെ വിവരാവകാശ കമ്മീഷൻ അല്ല, ഇലക്ഷൻ കമ്മീഷനായിട്ട് വന്നപ്പോൾ സത്യത്തിൽ അയാൾ, ഞാനൊരു കേസിൽ അദ്ദേഹത്തിന്റെ ഞാൻ CJM അദ്ദേഹമായിരിക്കുമ്പോൾ എറണാകുളത്ത് തങ്ക എന്ന് പറയുന്ന എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടികളെ മോഷ്ടിച്ചു കൊണ്ടുപോയ ഒരു കേസ് ഞാൻ പുറത്തു വിട്ടിരുന്നു. അവരെനിക്കെതിരെ കേസ് എടുത്തു. ആ കേസ് വാദം കേട്ട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം വളരെ എൻ്റെ വാദങ്ങൾ, ഞാനൊരു അഡ്വക്കേറ്റ് അല്ലല്ലോ, എന്നിട്ടും വളരെ കൃത്യമായി ഓരോ പോയിന്റും ഇതാക്കി. എൻ്റെ സീനിയർ അഡ്വക്കേറ്റാണ് മറുഭാഗത്ത്, അഡ്വക്കേറ്റ് നിർമ്മൽ കുമാർ. ശരിക്കും ഫൈറ്റ് ചെയ്തിട്ട് ഞാൻ ഓരോ കാര്യത്തിനും ക്രോസ് ചെയ്ത് അവസാന വാദത്തിന് വേണ്ടിയിട്ട് ഇതാകുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യും, എനിക്ക് അനുകൂലമായ വിധിയും തോന്നും. സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ഇതാകാൻ പറ്റുന്നത്. പക്ഷെ എനിക്ക് പല ജഡ്ജിമാരെ അനുഭവമുണ്ട്. നമ്മളെ ഹണി വർഗീസ് എനിക്ക് അവരോട് ഒരു ബഹുമാനം തോന്നാറില്ല. കാരണം അവർ ജഡ്ജ് എന്നുള്ളത് 0 ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ജഡ്ജ്മെൻ്റെ കാര്യത്തിൽ 0 ആണ്. അതേപോലെ അവർ പല ഒരു ജഡ്ജ് എന്നുള്ള രൂപത്തിൽ അത് അവിടെ വരുന്ന എന്നെ പറ്റി വളരെ മോശമായിട്ട് പരസ്യമായിട്ട് അവിടെ പറഞ്ഞു, ഒരു കാര്യമില്ലാതെ. ഒരു ദിവസം ഞാൻ അവിടെ കയറി ചെല്ലുന്നു, എൻ്റെ അഡ്വക്കറ്റിനെ തെരഞ്ഞു പോയതാണ്, താഴെയായിരുന്നു അഡ്വക്കറ്റ്. ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ അവിടേക്ക് പോയപ്പോൾ അവിടെ എൻ്റെ കേസാണ് അവിടെ വാദം നടക്കുന്നത്. വേറെ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ മുജീബ് എന്ന് പറയുന്ന താഴെ കോടതിയിൽ ഹാജരെ അഡ്വക്കേറ്റ് മോളിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കോടതിയിൽ പോയിട്ടുണ്ടെന്ന് ഞാൻ തെരഞ്ഞു പോയതാണ്. ഞാൻ കയറി പാടെ നന്ദകുമാർ എന്താണ് ഇവിടെ, നന്ദകുമാർ മുന്നോട്ട് വന്നോളൂ വേണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിഹസിച്ചു. ശരിക്കും അത് ജഡ്ജിന് ചേർന്നതല്ല. അപ്പോൾ അവരെ പറ്റിയിട്ട് ഇപ്പോൾ IB റിപ്പോർട്ട് തന്നെയുണ്ട്. വളരെ മോശമായിട്ട് അവർക്ക് നെഗറ്റീവായിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെന്നുള്ള അവർ ഹൈക്കോടതി ജഡ്ജ് ആവാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കെതിരെ ഒരു റിപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഇതുപോലുള്ള PM നിയാസ് നടത്തിയിട്ടുള്ളത് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ട് പരസ്യമായിട്ട് വി ഡി സതീശന്റെ മന്ത്രിസഭയ്ക്കെതിരെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അഭിലാഷം പാർട്ടിക്കുള്ളിൽ മാത്രം അറിയേണ്ട കാര്യങ്ങൾ പുറത്തുവിട്ട് ഭരണത്തെ ആ മന്ത്രിസഭയെ അതല്ലല്ലോ സതീശനോ കോൺഗ്രസോ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നമല്ല അത്. അപ്പം വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ റിപ്പോർട്ടർ ചാനൽമാരും അത് പാർട്ടിക്കുള്ളിലുള്ള ചില നേതാക്കന്മാരും ഒക്കെ അത് കാണിക്കുമ്പോഴും ജനങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിനാണ്. ആ ജനങ്ങളെ പിന്തുണ ഉണ്ടാവുന്നത് അതിൻ്റെ തെളിവാണ് തന്നെ വിമർശിച്ചിട്ടുള്ള ഷാജസ്കറിയെ വിളിച്ചു വരുത്തി. അതിപ്പോൾ ഷാജസ്കറിയ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ആരെയാണ്? വി ഡി സതീശൻ. അതാണ് നമുക്ക് സന്തോഷിക്കുന്ന കാര്യം. ഞാൻ ഉറച്ചു നിന്ന് വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്തു. ഇപ്പം വി ഡി സതീശനെ പൂർണ്ണമായിട്ട് അർത്ഥത്തിൽ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് ഷാജസ്കറിയ മാറി എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാവുന്ന കാര്യമാണ്. എന്തായാലും
ഷാജസ് കറിയ വി ഡി സതീശനെ കണ്ടാലെന്ത്, വി ഡി സതീശൻ ഷാജസ് കറിയെ സ്വീകരിച്ചാൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ്